ജബ് വി മെറ്റ്. രചന ശരണ്യ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മോനെ ജിത്തു, എഴുന്നേൽക്കടാ. എന്താ അപ്പച്ചി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. മോനെ നീ ഇതൊന്ന് നോക്ക്. ദേ, നമ്മുടെ ലെതർ മാർട്ട് ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ മൊത്തം കത്തി നശിച്ചു. ജിത്തു മുഖത്തുനിന്ന് പുതപ്പ് മാറ്റി. നമ്മുടെ ലെതർ മാർട്ടോ? അതിന് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നീ എന്താ ജിത്തു, കളിക്കുവാണോ? ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, ഇളങ്കാവിൽ ലെതർ പാലസ് അതല്ലേ അപ്പച്ചി ഉദ്ദേശിച്ച്? ആ സ്ഥാപനം കത്തി നശിച്ചാ എനിക്കെന്താ? ജിത്തൂട്ടാ, പേര് മാറിയെന്ന് കരുതി അത് നിന്റെ അച്ഛനും ഉണ്ടാക്കിയതല്ലേ? അപ്പച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഒരു കാലത്ത് അത് നമ്മുടെ ആയിരുന്നു. മംഗലത്ത് രാജേന്ദ്രമേനോ എന്ന എൻ്റെ അച്ഛൻ്റെ വിയർപ്പിന്റെ ഫലം. എന്ന് അതെല്ലാം ചതിയിലൂടെ അവർ സ്വന്താക്കിയോ അന്ന് അവസാനിച്ചു നമുക്ക് ആ സ്ഥാപനങ്ങളോടുള്ള ബന്ധം. അവൻ ദേഷ്യത്തിൽ പുതപ്പ് വലിച്ച് നീക്കി എഴുന്നേറ്റ് പോയി. ബാത്റൂമിലെ ഷവറിന് ചൂട്ടിൽ നിൽക്കുമ്പോൾ ജിത്തുവിന്റെ മനസ്സ് മുഴുവൻ നവി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൻ കുറച്ചുനേരം കണ്ണടച്ച് നിന്നു. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അത് പക്ഷേ സങ്കടം കൊണ്ടായിരുന്നില്ല. ആ കുടുംബത്തോട് മുഴുവനുള്ള വെറുപ്പായിരുന്നു അവന്റെ കണ്ണുകളിൽ. രാവിലെ ഗൗരിയും നീതും ക്ലാസ്സിലെത്തിയപ്പോൾ പിള്ളേരെല്ലാം തകർത്ത് സംസാരത്തിലായിരുന്നു. ഫസ്റ്റ് അവർ ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ പോയതും ഗൗരി ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയെ വിളിച്ചു. വന്നപ്പോഴത്തോട് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനെ പറ്റിയായി സംസാരിക്കുന്നേ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ ലെതർ പാലസിന് ഇന്നലെ രാത്രി തീ പിടിച്ചു. 2 ഫ്ലോറിലായി എന്തുമാത്രം കളക്ഷൻസ് ആയിരുന്നു. പോരാത്തതിന് ഇമ്പോർട്ട് എക്സ്പോർട്ട് വൻ കടയായിരുന്നില്ലേ? ഫുള്ള് കത്തിപ്പോയെന്നാ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഇതായിരിക്കും വരുന്ന വഴിയിൽ ആ ചായക്കടയുടെ മുന്നിൽ നിന്നവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. നീതു, ഈ ലെതർ പാലസ് അത് ആകാശിന്റെ ഫാമിലിയുടെ അല്ലേ? അത് ശരിയാണല്ലോ. എന്നാ നീ രക്ഷപ്പെട്ടു മോളെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? എടി പൊട്ടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരെല്ലാം ഇതിന്റെ പുറകെയായിരിക്കും. പോരാത്തതിന് അവൻ്റെ ചേച്ചിയിലെ കല്യാണം നടത്തില്ലേ? അപ്പോൾ നിങ്ങളുടെ കല്യാണക്കാരിയൊന്നും അവർ ചിന്തിക്കില്ല. കുറച്ച് നാൾ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാം. നീതു അങ്ങനെ പറഞ്ഞെങ്കിലും ഗൗരിയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അച്ഛനും ആകാശം കൂടി ചേർന്ന് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഗൗരി വീട്ടിലേക്ക് വിളിക്കാൻ പോയില്ല. വീട്ടിൽ നിന്ന് ആരും അവളെയും വിളിച്ചില്ല. പക്ഷേ ദീപു എന്നും വിളിക്കും. അവൻ വഴി വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഗൗരിയും നീതും കൂടി സുഭദ്രയെ കാണാൻ ശ്രീമംഗലത്തേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ സുഭദ്ര ജിത്തുവിന് വേണ്ടി വാഴക്കപ്പ് ഉണ്ടാക്കുകയായിരുന്നു. നമ്മൾ വന്ന സമയത്താലും കൊള്ളാം അല്ലേ നീതു? പിന്നിൽ നിൽക്കുന്ന ഗൗരിയെ നീതുവിനെയും കണ്ട് സുഭദ്രയുടെ മുഖം വിടർന്നു. അവർ രണ്ടുപേരും പ്ലേറ്റിൽ നിന്ന് നല്ല മൊരിഞ്ഞ വാഴക്കപ്പ് എടുത്തു. ആഹാ, സൂപ്പർ ആൻറ്റി. ഗൗരി സുഭദ്രയുടെ കവളിൽ ഉമ്മ കൊടുത്തു. ഒരു പ്ലേറ്റിൽ വാഴക്കപ്പും 3 പേർക്കുള്ള ചായയുമായി ഗൗരിയും നീതുവും ഡ്രോയിങ് റൂമിലേക്ക് പോയി. കിച്ചൺ ആപ്രോൺ അയച്ചു വെച്ച ശേഷം സുഭദ്ര അവർക്ക് പിന്നാലെ നടന്നു. ഗൗരി, നീ എന്നാലും എന്നോട് എന്തേ പറയാതിരുന്നേ? എന്താ ആൻറ്റി? എനിക്ക് മനസ്സിലായില്ല. നീ കുറച്ച് ദിവസം മുമ്പേ വീട്ടിൽ പോയത് പെണ്ണ് കാണാനായിരുന്നല്ലേ? ഓ, അതായിരുന്നോ? എൻ്റെ ആൻറ്റി, ഞാൻ മുടക്കാനിരുന്ന ആലോചനയായിരുന്നത്. അതാ ഒന്നും പറയാതിരുന്നു. അമ്മ എന്നും വിളിച്ചിട്ട് ആ ആലോചനയെ പറ്റി പറയും. ഫോണിൽ കൂടി വഴക്കൂടി മടുത്ത്. അങ്ങനെ അവസാനം എന്തേ ഇവളാ പറഞ്ഞത്. അവർ വന്നു പോയ ശേഷം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ, അല്ലാതെ അമ്മ വിടൂല. എന്നിട്ട് എന്തായി? അവർ വന്നു പോയിട്ട് നീ മുടക്കിയോ? ഏയ്, അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവർ കാണാൻ വന്നില്ല. ഗൗരി അവരെ നോക്കി ഇളിച്ച് കാണിച്ചു. ആ പയ്യന്റെ കസിന് ഒരു വീഡിയോ എടുത്തു. ഞാൻ സാറിന്റെ വൈഫാണെന്ന് പറഞ്ഞു. അന്ന് രാത്രി സാറിനെ പിടിച്ചു വെച്ചിരുന്നവരോട് സംസാരിക്കുന്നു. പിന്നെ ഞങ്ങൾ കാറിൽ കയറുന്നു. അതവൻ വീട്ടുകാരെ കാണിച്ചു. അപ്പൊ തന്നെ അവർ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് സ്വയം ഒഴിഞ്ഞു. അയ്യോ മോളെ, അപ്പൊ വീട്ടില് സീനായി. ഞാൻ അന്ന സംഭവങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു. പക്ഷെ തുടക്കത്തിലൊന്ന് പൊട്ടിച്ചിട്ടാ അച്ഛൻ കാര്യം ചോദിച്ചെന്ന് മാത്രം. ഗൗരി വളരെ ലാഘവത്തോടെ സംസാരിക്കുന്ന കേട്ട് സുഭദ്ര അവൾ അത്ഭുതത്തോടെ നോക്കി. പയ്യന്റെ വീട്ടുകാരോട് അച്ഛൻ പറഞ്ഞായിരുന്നു, വീഡിയോയിലുള്ളത് പിള്ളേർ വെറുതെ കളിപ്പിക്കാൻ ഒപ്പിച്ച പല പണിയായിരിക്കും, സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്നൊക്കെ. പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ വയ്യ. ആ അലവരാതിൽ വീട്ടുകാർ പറഞ്ഞ എന്താണെന്നറിയോ? തോന്നിയാസം കാണിച്ചിറങ്ങുന്ന പെണ്ണിനെ അവർക്ക് വേണ്ടെന്ന്. ഗൗരി പുച്ഛത്തിൽ ചിരി പൊട്ടി. എൻ്റെ ഗൗരി മോള് നല്ല കുട്ടിയല്ലേ, പോട്ടെ, മുടക്കാൻ വേണ്ടി നിനക്ക് കഷ്ടപ്പെടേണ്ടി വന്നില്ലല്ലോ. ഗൗരി ചിരിയോടെ ഒരു വാഴക്കപ്പം കൂടി കഴിക്കാൻ തുടങ്ങി. മോളെ, ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ. എന്തിനാ ആൻറ്റി മുഖവരെയൊക്കെ? ആൻറ്റി പറയൂ. ജിത്തുവിനോട് ഞാനൊരു വട്ടം ചോദിച്ചതാ, അവന്റെ പെണ്ണായി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നാലോ എന്ന്. ആഹാ, എന്നിട്ട് സാറെന്ത് പറഞ്ഞു? ഗൗരിയേക്കാൾ ആകാംക്ഷ നീതുവിനായിരുന്നു. ഓ, എന്തു പറയാൻ, ഇവളെ പൊക്കി 2 ഡയലോഗ് പറഞ്ഞിട്ട് അവൻ അവന്റെ പാട് നോക്കി പോയി. അത് കേട്ട് ഗൗരിയും നീതുവും ചിരിച്ചു. മോളെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ജിത്തു ഒരു പാവ. അവൻ്റെ ജീവിതത്തിൽ നടന്നെല്ലാം മോൾക്കറിയാലോ. പെട്ടെന്ന് ഒരു ദിവസം അവൻ എല്ലാവരെയും നഷ്ടമായി. അച്ഛൻ, അമ്മ, അനിയൻ. അതിൻ്റെ ഒപ്പം അവൻ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണ് അവനെ ചതിച്ചു. എല്ലാം കൂടി അവനാകെ തളർന്നു പോയി. മോളെ, നീ അവനായിട്ട് വഴക്കിട്ട ദിവസം ഇവിടെ വന്ന് നിന്നെക്കുറിച്ച് അവൻ വാതോരാതെ പറയുന്നുണ്ടായിരുന്നു. പറയുന്ന മുഴുവൻ നിന്റെ കുറ്റങ്ങളാണെങ്കിലും
മോളെ പറ്റി സംസാരിക്കുമ്പോൾ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം മോളെ കോളേജിൽ വെച്ച് കണ്ടതും മോളെ പറ്റിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ വീണ്ടും അവനിലെ ആ പഴയ ജിത്തുവിനെ ഞാൻ കണ്ടു. അന്ന് രാത്രി അവൻ്റെ ഒപ്പം മോൾ ഇവിടെ വന്നപ്പോഴേ നിന്നെ അവൻ്റെ ഭാര്യയായിട്ട് ഞാൻ മനസ്സിൽ കുറിച്ചു. മോൾക്ക് മാത്രമേ അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയൂ. നീ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നും സന്തോഷവാനായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് ആൻറ്റി, ഞാൻ തമാശ പറഞ്ഞല്ല. ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും തമാശ പറയും. ഇത് ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നീ ഇപ്പോൾ പഠിക്കുമല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞ് മോളോട് പറയാമെന്ന് കരുതി. പക്ഷേ വീട്ടിൽ കല്യാണം നോക്കുന്ന കാര്യം മോള് പറഞ്ഞപ്പോൾ അതാ ഞാനിതിപ്പോൾ തന്നെ സംസാരിച്ചത്. മോൾക്ക് അവനെ ഇഷ്ടമല്ലേ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഗൗരി സുഭദ്രയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം കിച്ചണിലേക്ക് പോയി. എന്ത് ചോദ്യം ആൻറ്റി, അവൾക്ക് ജിത്തു സാറിനെ ഇഷ്ടമാണ്. ഞാൻ കരുതിയത് ആൻറ്റിക്കത് മനസ്സിലായിട്ടുണ്ടാവുന്ന. അവളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത്രയേ ഉള്ളൂ. സാധാരണ എത്ര ഉറങ്ങിയാലും മതി വരാത്തവളാണ്. സാറിന് ആക്സിഡന്റ് പറ്റിയ ദിവസം മൈൻഡ് ശരിയില്ലെന്ന് പറഞ്ഞ് ഉറക്കല്ലാതെ കിടന്ന്. അന്ന് എനിക്ക് മനസ്സിലായി അവിടെ അസുഖം എന്താന്ന്. ആൻറ്റി ഇത് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു. ആ സീതേച്ചിയുടെ മനസ്സ് മുഴുവൻ ഇന്ദ്രേട്ടനാ. സുഭദ്രയും നീതും ഗൗരിയെ തിരികെ ചെന്നപ്പോൾ കണ്ടത് വർക്ക് ഏരിയയിൽ ചുമരിൽ ചാരി ആലോചനയായിട്ട് നിൽക്കുന്ന ഗൗരിയാണ്. മോളെ, വെള്ളം കുടിച്ചോ? അത് ഞാൻ കുടിച്ചു. രണ്ടുപേരും കുറച്ചു നേരം ഒന്നും പറയാതെ പരസ്പരം നോക്കി നിന്നു. ആൻറ്റി, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് സാറിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ആ ഇഷ്ടം... മോൾ ഇനി ഒന്നും പറയണ്ട. നീതു മോൾ എന്നോടെല്ലാം പറഞ്ഞു. ഗൗരി നീതുവിനെ നോക്കിയപ്പോൾ അവൾ കണ്ണിറുക്കി കാണിച്ചു. പക്ഷെ ആൻറ്റി, സാറ്... അവനോട് ഞാൻ സംസാരിക്കാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അവൻ്റെ മനസ്സ് മാറ്റാൻ. ഗൗരി നീതുവിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നീതുവിന് മനസ്സിലായി. ചെറിയൊരു പ്രശ്നമുണ്ട് ആൻറ്റി. എന്താ മോളെ? അത് വേറൊന്നുമല്ല, ഇവളിപ്പോൾ വീട്ടിൽ നിന്ന് ചാടി വന്നേക്കുവാ. നീതു പറഞ്ഞ് മനസ്സിലാവാതെ സുഭദ്ര ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. ആകാശിന്റെ കല്യാണാലോചന വന്നു. വീട്ടുകാർ അവളുടെ ഇഷ്ടക്കേട് വകവെക്കാതെ അത് ഉറപ്പിച്ചതും ഒടുവിൽ മറ്റു വഴികളില്ലാതെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്നു ഗൗരി സുഭദ്രയോട് പറഞ്ഞു. ഗൗരിയുടെ അച്ഛൻ്റെ സ്വഭാവം ആൻറ്റിക്ക് അറിയില്ല. ഇവൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കോളേജിൽ വന്ന് അവനെ കൊണ്ട് ഇവളെ കെട്ടിക്കും. ഇതിനിടയ്ക്ക് സാറിൻ്റെ ഇഷ്യൂ കൂടി ആയപ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അല്ലെങ്കിൽ തന്നെ സാർ അവരുടെ ഫാമിലിയായിട്ട് വഴക്കല്ലേ ആരി ചേച്ചിയുടെ കാര്യത്തിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒരു പ്രശ്നം. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ എൻ്റെ ജിത്തുവിൻ്റെ പെണ്ണാണ്. പിന്നെ ഈ പൂച്ചക്കുട്ടി ഗൗരിയല്ല, ആ പുലിക്കുട്ടി ഗൗരിയെ എൻ്റെ ജിത്തുവിന് ചേരൂ. അവർ ഗൗരിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴിക്ക് ഗൗരി ദീപുവിന് വിളിച്ചു. ഹരിഹരൻ നമ്പ്യാർ ഗൗരിയുടെ അച്ഛനെ വിളിച്ചിരുന്നു. നീതു പറഞ്ഞ പോലെ കുറച്ചു നാളത്തെ കല്യാണത്തെ കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കണമെന്ന് പറയാനായിരുന്നു അയാൾ വിളിച്ചത്. ആര്യയുടെ വിവാഹത്തിന് ശേഷം ഗൗരിയുടെയും ആകാശത്തിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് ആകാശം നന്ദനോട് പറഞ്ഞു. ദീപു അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരിക്ക് ആശ്വാസമായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എൻ്റെ ഷോർട്ട് സർക്യൂട്ടേ, നിനക്ക് നന്ദി. മിക്കവാറും നിന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ വരും. ഇനി ഒരു ഇമോഷണൽ അറ്റാക്ക് ഏത് നേരവും പ്രതീക്ഷിക്കാം. അവരെല്ലാം കൂടി എങ്ങനെയെങ്കിലും നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കും, ഉറപ്പാ. എൻ്റെ മനസ്സ് മാറില്ല. മാറരുത് മോളെ മേനകെ. നിന്റെ ലക്ഷ്യ ദുർവാസാവാണ്. നീ പതറരുത്. അങ്ങേരുടെ തപസ് നീ മുടക്കണം. രാത്രി ജിത്തു ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സുഭദ്ര പതിയെ ഗൗരിയുടെ കാര്യം സംസാരിച്ചു. ഇന്ന് ഗൗരി നീതുകൂടെ വന്നിരുന്നു. വെറുതെ വന്നാണോ? ഒരു കാര്യം പറയാൻ വന്നാ. ഗൗരിയുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം? അതിനവൾ പഠിക്കുമല്ലേ? ജിത്തു സംശയത്തോടെ സുഭദ്രയെ നോക്കി. എന്തി, അവൾക്ക് കല്യാണാലോചന വരാൻ പാടില്ലേ? നല്ല ബന്ധമായതുകൊണ്ട് അവളുടെ വീട്ടുകാർ ഉറപ്പിച്ചു. പിന്നെ ആ പയ്യൻ ബാക്കി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിത്തു കൂടുതലൊന്നും തിരക്കാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അല്ല, നിനക്കാരാ അവൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? അതിപ്പോൾ ആരായാലും എനിക്കെന്താ? പഠിക്കുന്ന പിള്ളേരെ പിടിച്ച് കെട്ടിക്കും. അവർ പഠിപ്പിച്ചോളന്നൊക്കെ പറയും. പിന്നെ കുടുംബമായി കുട്ടികളായി അതിനിടയ്ക്ക് പഠിത്തമൊക്കെ കണക്കാം. അവൾക്കധികം പ്രായമൊന്നും ആയില്ലല്ലോ. മെച്യൂരിറ്റി ഇല്ലാത്ത അവളെ പിടിച്ച് കെട്ടിച്ചിട്ട് വെറുതെ അവളുടെ ഭാവി നശിപ്പിക്കാൻ. നീ എന്തിനാ എന്നോട് ചൂടാവുന്നു? എനിക്കൊന്നും അറിയില്ല. എല്ലാം അവളുടെ വീട്ടുകാരുടെ തീരുമാനം. അവളെ വിവാഹം കഴിക്കാൻ പോകുന്നേ വേറെ ആരുമില്ല, നിന്റെ പഴയ അളിയൻ ആകാശ. ആകാശോ? അവനാണോ ഗൗരിയെ? ഗൗരി മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. വീതിച്ചതല്ലേ നടക്കൂ. എന്നാലും ആകാശ്. സുഭദ്ര കിച്ചണിലേക്ക് പോയതും ജിത്തു ഫോൺ എടുത്ത് വിനോദിനെ വിളിച്ചു. വിനോദേട്ടാ, ഗൗരിയുടെ കല്യാണം ഉറപ്പിച്ചു. പെണ്ണ് കാണലിൻ്റെ കാര്യം അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ചോദിച്ചപ്പോൾ അവൾ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവൾ സംസാരിച്ചത്. അപ്പം ഞാൻ കരുതി അത് പോയി കാണുന്നു. നിന്നോടിപ്പോൾ ആരാ പറഞ്ഞ്? ഗൗരിയാണോ? ഓഹോ, അപ്പം നിനക്കറിയായിരുന്നല്ലേ? എന്നിട്ട് നിന്നോട് പറയാത്തേ? നിനക്ക് എന്താടാ? ഞാനതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത്? ഗൗരി എന്ന് കേട്ടാലേ നിനക്ക് ചതുർത്തിയല്ലേ? ഗൗരിയെ കെട്ടാൻ പോകുന്ന ആരാന്നറിയോ? എന്തായാലും ഞാനല്ല. നീ ഒരുമാതിരി കോടീശം കളിക്കുന്ന മര്യാദ കാര്യം പറയടാ. ആകാശ്, സൺ ഓഫ് ഹരിഹരൻ നമ്പ്യാർ. വിനോദൊന്നും മിണ്ടിയില്ല.
ഞെട്ടിയോ? ഇല്ല. ആകാശ് അവളെ കെട്ടാൻ പോകുന്നെന്നറിയുമ്പോൾ ഞെട്ടാൻ. അവളെന്റെ പെങ്ങളോ കാമിക്കൊന്നല്ലല്ലോ. ഗൗരിയും ആകാശും രണ്ടുപേരും നിന്റെ എനിമിയല്ലേ? അപ്പൊ പിന്നെ അവർ കെട്ടി ഒന്നിച്ച് ജീവിക്കട്ടെ. അതിന് നിനക്കെന്താ? ഓ, നിങ്ങളോട് പറയാൻ പോയി എന്നെ വേണം അടിക്കാം. ജിത്തു ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് എഴുന്നേറ്റ് പോയി. വാതിലിന്റെ മറവിൽ നിന്ന് സുഭദ്രയെല്ലാം കാണുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ മസിൽ പിടിച്ചാണ് ഇരിക്ക്. ഇനി എന്തായാലും വിനോദ് പറഞ്ഞ് നടക്കട്ടെ, അതാ നല്ലത്. ഗൗരിക്ക് ഇന്റേണൽ എക്സാം തുടങ്ങി. ആ ദിവസങ്ങളിലൊന്നും സുഭദ്ര ഗൗരിയെ വിളിക്കാൻ പോയില്ല. എങ്കിലും എല്ലാ ദിവസവും ഗൗരിയോട് എക്സാമിനെ പറ്റി ചോദിച്ച് അവർ മെസ്സേജ് ആക്കുമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ഗൗരിയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ആദ്യം അവൾ ഫോൺ എടുക്കാനൊന്നും മടിച്ചു. വീണ്ടും വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വരാൻ തുടങ്ങിയപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു. ഹലോ ഗൗരി, ഇത് ഞാനാ. ആരാണാവോ ഈ ഞാൻ? എടി ഞാൻ വിനോദ്, മനസ്സിലായോ? അയ്യോ സോറി, സാറായിരുന്നോ? എന്താ സാർ വിളിച്ചത്? കുറച്ച് ദിവസമായി ആനിയുടെ കയ്യിൽ നിന്ന് നിന്റെ നമ്പർ മേടിച്ചിട്ട്. പക്ഷെ ഇന്നാണ് നിന്നെ ഒന്ന് വിളിക്കാൻ പറ്റിയത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാർ? ആകാശമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം സുഭദ്ര ആൻറ്റി ജിത്തുവിനോട് പറഞ്ഞു. ഓ, അപ്പോൾ അതാവും സാർ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്. എക്സാമിൻ്റെ ദിവസം ഞാൻ നോക്കി ചിരിച്ചപ്പോൾ ആള് മുഖം തിരിച്ച് കളഞ്ഞു. അവനിപ്പോഴും പഴയ പോലെ തന്നെയാണ്. ആൻറ്റി എന്നോടെല്ലാം പറഞ്ഞു. ഇപ്പം ഞാൻ വിളിച്ച വേറെ കാര്യം പറയാനാ. ഇത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് ആലോചിച്ചൊരു മറുപടി തന്നാൽ മതി. വിനോദ് പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ ഗൗരി നീതും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവൻ പറഞ്ഞു കേട്ട് നീതുവിൻ്റെ കണ്ണു തള്ളി. ഗൗരിയെ നോക്കിയപ്പോൾ യാതൊരു ഭാവഭേദമില്ലാതെ അവൻ പറയുന്ന കേട്ടിരിക്കായിരുന്നു അവൾ. ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞ് സുഭദ്ര ആൻറ്റിയോടാണ്. ആൻറ്റിക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നുമില്ല, ഫുൾ സപ്പോർട്ടാണ്. വിനോദേട്ടാ, എനിക്ക് ജിത്തു സാറിനെ ഇഷ്ടമാണ്. ജസ്റ്റ് സംതിങ്. അല്ല, സാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയി. ഇനി പറിച്ചു മാറ്റാൻ കഴിയില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ സാറാണ് എൻ്റെ ലൈഫ് പാർട്ട്നെങ്കിൽ ലൈഫ് ജോളിയായിരിക്കും. ചുമ്മാ തല്ലുകൂടിയും പരസ്പരം ചൊറിഞ്ഞ് ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. ഒരു തേപ്പിട്ടി ആളെ കെട്ടണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സഫലമാവും. ആ, ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്ന് ആലോചിക്കും. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇനി മുതൽ നീ സാറിന് വിളിക്കേണ്ട, ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത് തന്നെയാണോ വാട്സാപ്പ് നമ്പർ? ആ, നീ മെസ്സേജ് അയച്ചാൽ മതി. നാളെ എക്സാം ഉള്ളതല്ലേ, പോയിന്ന് പഠിക്കേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.